ഇപ്പം എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ അജിത്ത് എന്ന് പറഞ്ഞൊരു മലയാളി സാറിൻ്റെ ഒപ്പം സ്ക്രീനിലൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഓരോ തമൻ ചേട്ടൻ്റെ മ്യൂസിക്കൊക്കെയാണ് മൊത്തത്തിൽ അപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് പറയേണ്ട കാര്യം വിഷയം ഒക്കെ ഒരു പ്രധാന വിഷയം തന്നെ ഈ സിനിമ പറയുന്നുണ്ട്. താങ്ക് യു. ഓക്കെ, അതൊക്കെ ഭയങ്കര രസമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് അവരോട് ചെയ്യുന്നത്. തെലുങ്ക് പടത്തെ പോലെ 5-6 പാട്ടൊന്നുമില്ല. നന്നായിട്ട് നല്ല കഥയായിരുന്നു, നന്നായിട്ടുണ്ട്. നല്ലൊരു മാസ സിനിമ കാണാൻ പറ്റിയ നല്ലൊരു പടം കേട്ടോ. കുഴപ്പമില്ല, നല്ല പേഴ്സണലി എന്നൊക്കെ വിളിച്ച് കരയിലൊക്കെ യൂട്യൂബിലൊക്കെ പോയത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി റിലേറ്റബിൾ ആയിരുന്നു. നല്ല ന്യൂസിന് ഒരു അഭിനന്ദനം കൊടുക്കുകയാണ്. കാരണം മറ്റു ഡയറക്ഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും ഈ സിനിമ ഇത് ഇവിടുത്തെ ഉദ്യോഗസ്ഥ ലോബിയും ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഇത് വിജയിക്കേണ്ടത് നമ്മളെ പോലുള്ള ഭിക്ഷക്കാരായിട്ടുള്ള നമ്മുടെ ആവശ്യം തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക. അടിപൊളിയായി. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇന്ന് തകർത്ത് തൂത്തുവാരി എറിയുമെന്ന് ഞാൻ പറയാണ്. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല സിനിമകളുണ്ട്. കാരണം ഇത് എനിക്കൊന്ന് ഇപ്പൊ അയാൾ പൈസ മേടിച്ചിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം പല സിനിമകളും പറഞ്ഞ സിനിമകളൊക്കെ പരാജയപ്പെടുകയാണ്. വിജയിക്കുമെന്ന് പറയുന്ന സിനിമകളെല്ലാം പരാജയപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ സിനിമ നിരൂപകം തന്നെ വളരെ തെറ്റായ രീതിയിലേക്ക് പോവുകയാണ്. അശ്വന്ത് ഗോഖലെതിരെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ഇന്നെന്തായാലും അദ്ദേഹം ആ കോസ്റ്റ്യൂമിൽ വന്നിരുന്നു കൊണ്ട് തന്നെ ഈ സിനിമയെ അപരാധിക്കുമെന്ന് പറയുന്നതിൽ ഒരു സംശയം വിചാരിക്കേണ്ട. ഇന്ന് നെഗറ്റീവ് കൊണ്ട് അയ്യർ കളിയായിരിക്കും. അപ്പൊ നിങ്ങൾ കണ്ടോ, ഇത് ഉറപ്പായിരിക്കും. അശ്വന്ത് ഗോഖലെ ഈ സിനിമയെ ബാഡ് അടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ അയാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സിനിമ നമ്മളെ ജനങ്ങൾക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഉദ്യോഗസ്ഥ ലോബിയെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഒരു സിനിമയെങ്കിലും എടുത്തിറക്കി നമ്മൾ വന്നിട്ട് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഇമ്പാക്ട് ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ ചൂഷണം ചെയ്യുന്ന, നമ്മളെ വിറ്റ് കാശാക്കുന്ന ഒരു പിടി രാഷ്ട്രീയക്കാരും അതുപോലെ ഉദ്യോഗസ്ഥ ലോബി ഇവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചു. അപ്പൊ പിച്ചക്കാരിൽ നിന്ന് തന്നെ നാളെ ചിലപ്പോൾ ഞാൻ ദൈവമായിട്ട് അവതരിക്കാം. കാരണം അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിത് കാണുന്ന എല്ലാവരും നാളെ ഭിക്ഷ തണ്ടേണ്ട അവസ്ഥയാണ്. കാരണം ഇതിന്റെ ക്ലൈമാക്സിൽ അങ്ങനെയാണ് പറയുന്നത്, നമ്മളെല്ലാം നാളെ ഭിക്ഷക്കാരാവും. കാരണം നിത്യ ജീവിതത്തിൽ നമുക്ക് ഒരു 1000 രൂപയുടെ പണിയെടുത്തിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വരുമാനം എല്ലാം കൂടണം. അപ്പൊ ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണുക. അപ്പൊ ഇത് മുന്നോട്ടുള്ള ഒരു ജീവിതം നമ്മളെ നയിക്കും എന്നുള്ള കാര്യം സംശയമില്ല. ധനുഷ് അടിപൊളിയായിരുന്നു. മറ്റൊരു കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല, ഡയറക്ഷൻ കിടക്കുന്നില്ല. ഇതൊക്കെ സിനിമ വന്ന് തിയേറ്ററിൽ വന്ന് കാണുക. ഇതെന്തായാലും ഇവിടുത്തെ രാഷ്ട്രീയ ലോബിക്കും ഉദ്യോഗസ്ഥ ലോബിക്കും എതിരെയുള്ള കൃത്യമായ ഉന്നം വെച്ചുകൊണ്ടുള്ള സിനിമ തന്നെയാണ്. അത് പല രാഷ്ട്രീയക്കാരെയും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരെയും വിമർശിക്കുന്ന രീതിയിലൊക്കെയുള്ള ഒരു സിനിമയാണ്. പക്ഷെ അങ്ങനെ എടുത്താൽ ഈ സിനിമ പല രീതിയിൽ തടസ്സപ്പെടും. അപ്പോൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന് ചെയ്ത ധനുഷിനും ഈ ടീമിനും അഭിനന്ദനം തന്നെയാണ് അറിയിക്കുന്നത്. ഇല്ല, യൂഷ്വൽ ടൈപ്പ് തെലുങ്ക് പടമല്ല. എല്ലാവരും വാച്ച് ചെയ്യും. സ്റ്റോറിയോട് നീ കാണാം.